പയ്യന്നൂരിൽ CPM-ൽ നിന്ന് രാജിവെച്ച ബ്രാഞ്ച് സെക്രട്ടറി വിമതനായി മത്സരിക്കുന്നു. കാര ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന C. വൈശാഖാണ് നഗരസഭയിലെ 36-ാം വാർഡിലേക്ക് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കോൺഗ്രസ് എസിലെ P. ജയനാണ് വാർഡിലെ LDF സ്ഥാനാർത്ഥി. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമില്ല. ഞാൻ പാർട്ടിക്കെതിരല്ല. ഞാൻ എൻ്റെ നാട്ടുകാരുടെ കൂടെ മാത്രമാണ്. അത്രയേ ഉള്ളൂ. നാട്ടുകാരുടെ കൂടെ നിൽക്കുന്നത് മാത്രമാണ് എൻ്റെ സ്റ്റാൻഡ്. വെച്ചതിന് ശേഷമാണ് ഞാൻ സ്ഥാനാർത്ഥി വിളിക്കാറുള്ളത്. ഔദ്യോഗികപരമായിട്ട് എന്നോട് സംഘടനാ ചുമതലയിൽ ആരും സംസാരിച്ചില്ല. പക്ഷെ എന്നാലും വ്യക്തിപരമായ ഒരു സംഘടനാ നിലയിൽ സംസാരിക്കേണ്ട നിലയിൽ സംസാരിച്ചിട്ടില്ല ഞാൻ പറയുന്നില്ല. പക്ഷെ അപ്പോൾ ഞാൻ എൻ്റെ പ്രയാസം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നാട്ടുകാർ പറയുന്നത് കേൾക്കാൻ കഴിയില്ല. കാരണം ഞാൻ 2 വർഷമായിട്ട് പാർട്ടിയോട് പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ 10-15 പരാതികൾ പാർട്ടിക്ക് നൽകി. എനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചന, എന്നെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്ന ഒരു അവസ്ഥ, എൻ്റെ പ്രയാസങ്ങളെ പാർട്ടിയോട് പാർട്ടി അത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ബിജീഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട്. ബിജീഷ്, ഈ വൈശാഖ് വിമതനായി മത്സരിക്കാനുള്ള സാഹചര്യം എന്താണ്? പയ്യന്നൂരിലെ CPM-ൽ കുറേ നാളായി നിലനിൽക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വൈശാഖ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ EI മധുസൂദൻ MLA-യുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ നഗരസഭയിലെ LDF സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിനകത്ത് 36-ാം ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള P. ജയനെ മത്സരിപ്പിക്കാനായിരുന്നു തീരുമാനമെടുത്തിരുന്നത്. പക്ഷേ ഈ തീരുമാനത്തിനെതിരെ പ്രാദേശികമായി ഉണ്ടായിരിക്കുന്ന വികാരം എന്നുള്ള പുറത്താണ് ഇപ്പോൾ വൈശാഖ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത്. അതിനു പിന്നാലെ ഇന്ന് വൈശാഖ് ഇന്ന് നോമിനേഷൻ നൽകുകയും ചെയ്തു. വൈശാഖ് പറയുന്ന ഒരു പ്രധാന കാര്യം അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ ആൾക്കാരുടെ ആവശ്യത്തെ തുടർന്നാണ് താൻ മത്സരിക്കുന്നതെന്നാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് TI മധുസൂദനോട് പയ്യന്നൂർ മേഖലയിലുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധം CPM-ൽ TI മധുസൂദനെതിരെ ഉണ്ട്. ആ നീക്കങ്ങളുടെ തുടർച്ചയാണ് വൈശാഖിന്റെ സ്ഥാനാർത്ഥിത്വം എന്നാണ് ലഭ്യമാകുന്ന സൂചന. TI മധുസൂദനെതിരെ നേതാക്കൾ, ഒരു വിഭാഗം നേതാക്കളുണ്ട്. ആ നേതാക്കളുടെ പിന്തുണയോടുകൂടിയാണ് വൈശാഖ് മത്സരിക്കുന്നത് എന്നുള്ളത് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരം. വൈശാഖിനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റുന്നതിനുള്ള നീക്കം പലതരത്തിൽ നടന്നിരുന്നു. പക്ഷേ അതൊന്നും വിജയം കണ്ടില്ല. വൈശാഖ് 2 ദിവസം മുൻപ് CPM-ന് രാജിക്കത്ത് നൽകിയിരുന്നു എന്നും പറയും. CPM നേതൃത്വം പറയുന്നത് വൈശാഖ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല, പകരം ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വം നൽകിയ സാഹചര്യത്തിൽ അച്ചടക്ക നടപടി വൈശാഖിനെതിരെ സ്വീകരിക്കുമെന്നുള്ളതാണ് CPM നേതൃത്വം വ്യക്തമാക്കുന്നത്. ഏതായാലും CPM-ൽ കുറെ നാളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിഷേധം, TI മധുസൂദൻ MLA-ക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ വൈശാഖിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നൗഫൽ.